40 ആൾക്കാരോട് ചോദിച്ചാൽ മതി ഗ്ലാസ് ആരതാന്നുള്ളത്. ഇസ്ലാമത്തെ നിയമമാണത്. അനക്കെടുക്ക. പിന്നെ ഇതോടുകൂടി നമ്മുടെ ഫാമിലി ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വയ്ക്ക് നമുക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിട്ട്. അപ്പൊ അത് ആർക്കാന്ന് കണ്ടുപിടിക്കുന്നവർക്ക് ഇതിന്റെ ഒരു സമ്മാനം ഉണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കുന്ന കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് എടുക്കാനൊന്നല്ല കേട്ടോ, സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. അത്യാവശ്യം ഒരു കാര്യം പറയുമ്പോൾ നാവിന്റെ ഒരു കളി. അങ്ങനെ നന്മമരമായിട്ട് അവസാനം എത്തിയത് നമ്മുടെ പോലീസ് മാമന്റെ അടുത്താണ്. അവിടെ എത്തിയത് മാത്രമേ ഓർക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഓർക്ക് ഒന്നും ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞത് ഈ വളരെ നല്ല കുട്ടിയാണ്, ഈ എടുക്കാതെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നില്ല എന്നാണ്. ഓർക്ക് അറിയില്ലല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള പരിപാടി എന്താന്നുള്ളത്. ഇവിടെ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒന്നും അറിയാതെ ചെസ് കളിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയത്. എന്തൊരു രസമാണോ ചെടികളൊക്കെ ഇങ്ങനെ കലാവിരുദ്ധ കാണിച്ചത്. ആരായാലും മോൾക്ക് നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് രസമായിരുന്നു. നമ്മൾ 4 ചെടികൾ കുഴിച്ചിട്ടാൽ അതൊന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ പാടത്തിൽ. അപ്പൊ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല റിസ്ക് ആണ്. അങ്ങനെ അതൊക്കെ നോക്കി നോക്കുമ്പോൾ അതിന്റെ അടുത്തൊരു ഔഷധ ചെടികളുടെ ഒരു വീട് കണ്ടത്. അപ്പൊ അതിന്റെ ഉള്ളിലോട്ട് കയറി കിട്ടും. ഇതൊക്കെ കണ്ടിട്ട് ആർക്കൊക്കെയോ വേണ്ടി ഒരു തട്ടിപ്പറയുന്ന ഒരു ഫീൽ ഉണ്ട് എന്നൊരു സംശയം. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ വ്യൂ പോയിന്റിലാട്ടോ. അതിന്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അത്ര രസം. നമ്മൾ താഴത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഏകദേശം എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഓരോന്നും അതേ ക്രിയേറ്റീവിലാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ടർഫ്ലൈസ്, അതുപോലെ തന്നെ നമ്മുടെ പീക്കോക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെടി വെച്ചിട്ട് ഒരു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഒരു മിനിറ്റ് നേരം അവിടെ നീച്ചെന്ന് പോയി. അത്രക്കും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു എനിക്ക്. ഇത് പറയാം അങ്ങനെ ഒരു ഹോയ് വിട്ടതായിരുന്നു നോക്കുമ്പോഴാട്ടോ ഒരാൾ തൊഴിലൊളിച്ചിരിക്കുന്നത് അവിടെ കണ്ടത്. അങ്ങനെ ഞങ്ങളിത് തേക്കി മ്യൂസിയത്തിന്റെ വ്യൂ പോയിന്റിൽ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടോ മറ്റേ എന്താ ഇറച്ചിക്ക് കായില്ലാത്തോലും ഇരിക്കണമാതിരി ഇരിക്കുകയാണ് കേട്ടോ. ഒക്കെ വ്യൂ പോയിന്റ് ഇറങ്ങിയിട്ട് ആളത്ത് ചെന്നപ്പോഴല്ലേ ആള് ചെറിയൊരു മിനി വാട്ടർഫാളാന്ന് മനസ്സിലായത്. അപ്പൊ അവൻ എന്തോരം നേരം ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണം. ഇതിനൊക്കെ ശമ്പളം കിട്ടുന്നുണ്ടോന്നാവോ. അധികൃതർ പ്രത്യേകം ഇവർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞങ്ങൾ ഇരിക്കണത് അതെ മരത്തിന്റെ. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ആർക്കൊക്കെയോ വേണ്ടപ്പെട്ടവരാന്നുള്ളത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം അവിടെ ഒച്ച നിയമം ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ഞാൻ നമുക്ക് പോയിട്ടുണ്ടല്ലോ കേട്ടോ. എന്താണെന്ന് എനിക്ക് ഇഷ്ടമായില്ല. കുട്ടികൾ കളിക്കാനായിട്ട് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഏജ് നോട്ട് ചെയ്യാൻ മറക്കരുത്. അധികൃതരോടാണ്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ശരീരം വളർന്നിട്ടും ബുദ്ധി വളരാത്ത ഓരോരുത്തർ നാടും. പിന്നെ അത് പൊട്ടിന് ശേഷം പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ കുറച്ച് ടീംസിനെ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓരോക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബംഗാക്കോട സാധാ കൃഷി കുടുംബം. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുളം ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. അങ്ങനെ തിരിച്ചുള്ള ട്രെയിനിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആകെ ലക്ഷ്യം വീട്ടിലോട്ട് എത്തുക എന്നുള്ളതാണ്. പണ്ടേതോ മഹാഭരണമാരി ഏറ്റവും സുന്ദരമായ യാത്ര വീട്ടിലോട്ടുള്ളതെന്നല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ബൈ.